അനുവാചകന്റെ ഭാവനകൾക്കനുസൃതമായ അർത്ഥതലങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു പിടി കവിതകളുടെ സമാഹാരം. നമ്മിൽ ഓരോരുത്തരിലും ഉടലെടുക്കുന്നതോ എരിഞ്ഞടങ്ങുന്നതോ ആയ വികാരങ്ങളുടെ സമ്മിശ്രമായ ആഖ്യാനം രചയിതാവ് കാവ്യരൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഡോക്ടർ മാളവിക RJ രചിച്ച എ ഡേ ഓൾഡ് വേഴ്സ് ആൻഡ് വൈസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം അതിന്റെ അവതാരിക നിർവഹിച്ച റിട്ടയർഡ് ചീഫ് സെക്രട്ടറിയും പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ K. ജയകുമാർ IAS ഏപ്രിൽ 16 വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം പ്രസ് ക്ലബിലെ TNG ഹാളിൽ നിർവഹിക്കും. പ്രസ്തുത ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് ആയുഷ് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി PM മുഹമ്മദ് ഹനീഷ് IAS. കവിയും സാമൂഹിക പ്രവർത്തകനുമായ ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായരാണ് ആദ്യ പുസ്തകം സ്വീകരിക്കുന്നത്. പ്രസ് ക്ലബ് സെക്രട്ടറി KN സാനു അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കേരള എൻട്രൻസ് എക്സാം മുൻ ജോയിന്റ് കമ്മീഷണർ ഡോക്ടർ KP ജയകിരൺ പുസ്തകത്തിന്റെ സാഹിത്യ അവതരണം നിർവഹിക്കും. ചടങ്ങിൽ ശ്രീ SS ലാൽ, MA വഹാബ്, പ്രൊഫസർ T. ഗിരിജ എന്നിവർ ആശംസകൾ അർപ്പിക്കും. ഒരു നോ ബൈസ്റ്റാൻഡർ വാർഡാണ് വാർഡ് നമ്പർ 9. അതായത് അശരണരായുള്ള രോഗികൾക്കായിട്ടുള്ള വാർഡ്. അപ്പൊ അവർക്ക് ഭക്ഷണം എടുത്തു കൊടുക്കാനോ അവരെ നോക്കാനോ ശുശ്രൂഷിക്കാനോ ഒന്നും അവരുടെ കൂടെ ബൈസ്റ്റാൻഡേഴ്സ് ഇല്ല. അപ്പൊ മോസ്റ്റ് പേഷ്യൻസിനെയും പോലീസോ മജിസ്ട്രേറ്റോ അങ്ങനെ വില്ലേജ് ഓഫീസർ വഴി അങ്ങനെയൊക്കെയാണ് നമ്മുടെ 9ാം വാർഡിൽ എത്തിക്കുന്നത്. ഇവർക്ക് അസുഖം മാറിക്കഴിഞ്ഞാലും പോകാനായിട്ട് ഒരു ഇടമില്ല. അപ്പൊ മോസ്റ്റ്ലി ഈ വാർഡ് ഓവർ ക്രൗഡഡ് ആണ്. അതായത് അതിന്റെ നമ്പർ ഓഫ് ബെഡ്സും കവിഞ്ഞ് നമുക്ക് രോഗികളുണ്ട്. അപ്പൊ അവിടെ എന്നും ഭക്ഷണവും അതുപോലെ ബാക്കി ഡയപ്പേഴ്സും ടവൽസും സോപ്പും ഇതെല്ലാം മോസ്റ്റ്ലി സ്പോൺസേർഡ് ആണ്. അപ്പോൾ എന്നാൽ കഴിയുന്ന ചെറിയ രീതിയിൽ അവിടെ എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട് മുതലേ. ഇപ്പോൾ പുസ്തകം ഇറങ്ങുമ്പോൾ അതിൽ നിന്നുള്ള തുക 9ാം വാർഡിലെ രോഗികൾക്കായി കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രസൻസ് നാളത്തെ ചടങ്ങിൽ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും പിന്തുണയും സഹകരണവും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഡോക്ടർ മാളവിക ഒരു അപൂർവ പ്രതിഭയാണ് കേട്ടോ. മാളവികയെ കുറിച്ചൊന്നും സംസാരിച്ചില്ല. അപ്രതീക്ഷിതമാണ് പരിചയപ്പെടൽ. മാളവികയുടെ അമ്മയെ കണ്ടപ്പോൾ എൻ്റെ സമീപ പ്രദേശത്ത് എവിടെ താമസിക്കുന്ന ആളാണെന്നുള്ള ധാരണയിൽ. അപ്പോൾ അവർക്ക് എന്നെ മനസ്സിലായി. കാര്യവട്ടം ശ്രീകണ്ഠനാരല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണ് സാറിൻ്റെ പ്രസംഗവും കവിതയും കേട്ടിട്ടുണ്ട്. എൻ്റെ മകളും എഴുതുന്ന കുട്ടിയാണ്. അപ്പോൾ ഞാൻ പേര് ചോദിച്ചു. മാളവിക, ഡോക്ടർ മാളവികയാണ്. MBBS കഴിഞ്ഞ് നിൽക്കുന്നു. ഇപ്പോൾ അടുത്ത ഹയർ സ്റ്റഡിക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറയും മോളെ എഴുതി എല്ലാം കൂടെ ഒരു പുസ്തകമാക്കണം. ഞാൻ ഇംഗ്ലീഷ് കവിതകളാണ് എഴുതാറുള്ളത്. ഞാൻ അതിന് കുഴപ്പമില്ല, എല്ലാം കൂടെ ഒരു പുസ്തകമാക്കണം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മാളവിക എന്നെ വിളിക്കുക. നിങ്ങൾ ഓർമ്മയുണ്ടോ എന്നെ? രവീന്ദ്രൻ നായരുടെയും ജയകുമാരുടെയും മകളാണ് മാളവികയാണ്. ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് ഓർമ്മ വരുന്നല്ലോ. ഞാൻ പുസ്തകം DTP എടുത്ത് വെച്ച് അതിനെ പുസ്തകമാക്കാനുള്ള ഒരു സംവിധാനം ചെയ്തു കൊടുക്കും. അങ്ങനെ ഞാൻ ബുക്ക് അപ്പയുടെ ഷൈജു അലക്സിനെ വിളിക്കും. ഷൈജു സന്തോഷത്തോടെ പറഞ്ഞ് ചെയ്യാം. ഞാൻ പറയാം വളരെ നന്നായിട്ട് ശ്രദ്ധേയമായ നല്ലൊരു പുസ്തകമായിട്ട് കട്ടിയുള്ള ബയൻഡൊക്കെ ആയിട്ട് ഒരു ഇംഗ്ലീഷ് സാഹിത്യമായിട്ട് തന്നെ അത് പുറത്തിറക്കണം. അങ്ങനെ ഷൈജു നന്നായിട്ട് ചെയ്തു. വൈകുന്നേരം 4 മണിക്ക് ഇവിടെ ബാക്കി ഡീറ്റെയിൽസൊക്കെ പറഞ്ഞല്ലോ അവതരിപ്പിക്കുകയാണ്, പുസ്തകം പ്രകാശിപ്പിക്കുകയാണ്. മകള് ഈ രവീന്ദ്ര സാറിൻ്റെ മകളാണ്, അതുപോലെ ജയകുമാരുടെ മകളാണ്. ഇത് അനിയത്തിയാണ് ലക്ഷ്മി, ഡോക്ടർ ലക്ഷ്മി. ഇദ്ദേഹമൊക്കെ വളരെ സഹായിച്ചു. പ്രവീണൊക്കെ വളരെ പ്രണവൊക്കെ വളരെ സഹായിച്ചു. ഒരു പ്രത്യേകത, ഈ മോള് സ്കൂളിൽ പഠിക്കുന്ന കാലത്തും അതുപോലെ തന്നെ ആരോഗ്യ സർവകലാശാലയുമായി MBBS പഠിക്കുന്ന കാലത്തും തിരുവനന്തപുരത്ത് പഠിക്കുന്ന കാലത്തും ഒക്കെ തന്നെ കലാലയങ്ങളിൽ ആയിരുന്നപ്പോഴും സ്കൂളിലായിരുന്നപ്പോഴും ഒക്കെ തന്നെ പ്രസംഗം, ഡിബേറ്റ്, അഭിനയം, റൈറ്റിങ്സ് ഇതിലെല്ലാം തന്നെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒക്കെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് റിവീൽ ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഈ മീറ്റിംഗിൽ പങ്കെടുക്കേണ്ട ആളല്ല, പക്ഷേ ഞാൻ മനഃപൂർവ്വം വന്നതാണ്. കാരണം ഇങ്ങനെ ഒരു പ്രതിഭയെക്കുറിച്ച് നമ്മൾ അറിയണമല്ലോ എന്നുള്ള ആ ഒരു എൻ്റെ മക്കളുടെ പ്രായം പോലും ഇല്ല. അപ്പോൾ ആ പ്രതിഭയെ നമ്മൾ സമൂഹത്തിന് പരിചയപ്പെടുത്തണം. ഇവിടെ പത്രമാധ്യമങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രതിഭകളെ നിങ്ങൾ ധാരാളം സമൂഹത്തിന് പരിചയപ്പെടുത്താറുണ്ട്. ഈ കുട്ടിയെ അതുപോലെ തന്നെ പറഞ്ഞല്ലോ അപൂർവമായിട്ടുള്ളൊരു കാര്യമാണ് ഇതിൽ നിന്ന് വിറ്റ് കിട്ടുന്ന തുക 9ാം വാർഡിലെ രോഗികൾക്ക് വേണ്ടി വിനിയോഗിക്കുക എന്ന് പറയുന്നത്. അപ്പൊ കാരുണ്യപരമായ ഇത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ആളാണ് ഡോക്ടർ മാളവിക എന്ന് പറയുന്നത്. രവീന്ദ്ര സാറും അതുപോലെ തന്നെ ശരിക്കും ചാരിറ്റി ചെയ്യുന്ന ആളാണ്. അച്ഛൻ, അമ്മയും അതുപോലെയാണ്. ജയകുമാരിയും രണ്ടുപേരും ഉദ്യോഗസ്ഥരാണ്. അദ്ദേഹം ആരോഗ്യ രംഗത്ത് നിന്ന് വിരമിച്ച ആളാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊരു പുസ്തക പ്രകാശനം നടക്കുന്നുണ്ട്. വാർത്താ മാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ആ കുട്ടിക്ക് വേണ്ട പ്രോത്സാഹനം ദയവായി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കാനും കൂടിയാണ് ഞാൻ വന്നത്.
എന്നാൽ ജയകുമാർ സാറാണ് റിലീസ് ചെയ്യുന്നത്. ഹനീഫ് സാറാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് സമ്മേളനത്തിൻ്റെ. പിന്നെ പ്രധാനമായിട്ട് ഇതിൽ പങ്കെടുക്കുന്ന മറ്റ് വ്യക്തിത്വങ്ങൾ എന്ന് പറഞ്ഞാൽ SS ലാൽ, ഡയറക്ടർ റിയാക്ട് ഏഷ്യ പസഫിക്കിൻ്റെ, ലയൺ MA വഹാബ്, പ്രൊഫസർ T ഗിരിജ, ഷൈജു അലക്സ് എന്നിവരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. മോളാണ് ഇതിൻ്റെ ആമുഖ പ്രഭാഷണമൊക്കെ നടത്തുന്ന ചടങ്ങിൻ്റെ സ്വാഗതം പറയുന്നത് ഡോക്ടർ ലക്ഷ്മി ആണ്. അവതാരകയായിട്ട് ഗായത്രി വരും. കൃതജ്ഞത പറയുന്നത് ഗൗരി പാർവതി ആണ്. ഇത്രയും പേരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ജയ് കിരൺ ആണ് ഈ പുസ്തകം അവതരിപ്പിക്കുന്നത്. ഡോക്ടർ KP ജയ് കിരൺ ആണ് പുസ്തകം അവതരിപ്പിക്കുന്നത്. പ്രൊഫസർ T ഗിരിജ ആസ്വാദനം ആണ്. ഇത്രയാണ് പറയാനുള്ളത്. ഇനി ഈ പുസ്തകത്തിനെ പറ്റി മാക്സിമം ആളുകളിൽ എത്തിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ 9ാം വാർഡിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. നമ്മളൊരു 200 ഡയപ്പറോ 200 ടവലോ കൊടുക്കുകയാണെങ്കിൽ പോലും അതൊക്കെ അവിടെ വളരെ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ നമുക്ക് തികയുള്ളൂ. കാരണം മോസ്റ്റ് പേഷ്യൻസിനും അങ്ങനെ ഒരു ബവൽ ബ്ലാഡർ കൺട്രോൾ ഇല്ല, അല്ലെങ്കിൽ അവർ എവിടുന്നാ വന്നത്, അവരുടെ പേര് അങ്ങനെ ഒന്നും അറിയില്ല. അപ്പൊ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചെയ്യണമെങ്കിൽ പുസ്തകത്തിനെ പറ്റി കൂടുതൽ ആൾക്കാർ അറിയണം, കൂടുതൽ ആൾക്കാർ വാങ്ങിക്കണം, എല്ലാവരും വാങ്ങിക്കണം, വായിക്കണം. ഞാൻ ശരിക്കും പ്രതീക്ഷിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ്. കാരണം ഞാൻ വളരെ സന്തോഷത്തോടെ വളരെ എഫേർട്ട് എടുത്ത് എഴുതിയ കുറച്ച് കവിതകളാണ് ഇതിലുള്ളത്. പിന്നെ ഇങ്ങനെ ചാരിറ്റി അല്ലെങ്കിൽ 9ാം വാർഡിന് വേണ്ടി ചെയ്യണം, ഇങ്ങനെയൊക്കെ എനിക്ക് ഈ പ്രായത്തിലൊരു വിഷൻ ഉണ്ടാവാൻ കാരണം ശരിക്കും പറഞ്ഞ അച്ഛനാണ്. അച്ഛൻ നമ്മളെ ഡോക്ടർ ആക്കിയതും അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാം ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതും എല്ലാം നിസ്വാർത്ഥമായിട്ട് ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ചിന്ത ഞാൻ ശരിക്കും ആദ്യം, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറയുമല്ലോ. സോ ഞാൻ അത് ആദ്യം കണ്ടത് അച്ഛനിൽ തന്നെയാണ്. അപ്പൊ അച്ഛൻ്റെ ഒരു ഇൻസ്പിറേഷനും ഫുൾ സപ്പോർട്ടും ഉള്ളതുകൊണ്ടാണ് സത്യത്തിൽ എനിക്ക് ഇതെല്ലാം എഴുതാനും ചെയ്യാനും എല്ലാം സാധിക്കുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാ ക്രെഡിറ്റും ശരിക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉള്ളതാണ്. നിങ്ങളുടെയും എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാവണം. താങ്ക് യു. ലേഔട്ട് ചെയ്തിരിക്കുന്ന പ്രണവാണെല്ലാം വളരെ മനോഹരമായിട്ട്. മാളവിയുടെ പിതാവ് അച്ഛൻ 2 വാക്ക് സംസാരിക്കും. രവീന്ദ്ര സാർ. പുസ്തക പ്രസിദ്ധീകരണത്തിനെ കുറിച്ച് ഉള്ള എല്ലാ വിവരങ്ങളും ശ്രീകണ്ഠൻ നായർ സാറും എൻ്റെ മകൾ ഡോക്ടർ മാളവികയും പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും തുടർന്നും എല്ലാ അവസരങ്ങളിലും ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ എല്ലാവരും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. കോവിഡ് സമയത്ത് വളരെ ജാഗ്രതയോടെ തിരുവനന്തപുരം ജില്ല മുഴുവൻ പ്രവർത്തിച്ച ഒരു ഡോക്ടർ മേലും മാളവികയ്ക്ക് സവിശേഷത. നന്ദി.